മിസ്സേ രാവിലെ ഭയങ്കര മഴയായിരുന്നു. അപ്പം ഞങ്ങൾക്ക് അങ്ങനെ സ്പീഡിൽ വരാൻ പറ്റിയില്ല. റോഡൊക്കെ തെന്നി കിടക്കുമല്ലേ. ഞങ്ങളൊരു 10 മിനിറ്റ് നേരത്തെ പൊക്കോട്ടെ. ഞാനും ആദിത്യയും സൈക്കിളിന്റെ സ്റ്റാൻഡ് ലൂസായി. അപ്പം അത് നന്നാക്കാൻ ഞാൻ ബാഗ് കിട്ടുന്ന ആ വള്ളിയില്ലേ, അത് ഞങ്ങൾ രണ്ടുപേരും ഒരുമിച്ച് വിടുവോ? മിസ്സേ ഞാൻ 12C വരെ ഒന്ന് പൊക്കോട്ടെ. അവിടുത്തെ ജീന ഞങ്ങളുടെ കൂടെ സൈക്കിളെ വരുന്നുണ്ടെന്ന് പറഞ്ഞു. സമയം പറയാം, ഒന്ന് പൊക്കോട്ടെ മിസ്. എടി വൈകുന്നേരമായി സൈക്കിളിന്റെ ടയറിലിടുന്ന മുത്ത് വാങ്ങിക്കാൻ പോയാലോ? ഈ സൈക്കിളിന്റെ ബെല്ലൊന്ന് മാറ്റണം. അതിനാക്കിടാന്നുള്ള സൗണ്ട് വരുന്നില്ല. ജലദോഷം പിടിച്ചാല് ക്രിക്കറിനാ വരുന്നത്. നമുക്ക് പോകുന്ന വഴി ഒന്ന് പുത്തമ്പറമ്പിൽ പോയിട്ട് പോയാലോ? ആ സൈക്കിളിന് അവിടെ ഇച്ചിരി ചള്ള പറ്റിയടി. ഇനിയിപ്പോ വീട്ടിൽ പോയി സൈക്കിൾ മൊത്തം കഴുകി തുടച്ച് വെക്കണം. നാളെ യൂത്ത് ഫെസ്റ്റിവൽ അല്ലേ, അരമണിക്കൂർ നേരത്തെ ഇറങ്ങണം. അനാർക്കലിക്കിട്ട് നമുക്ക് ചവിട്ടാൻ പറ്റത്തില്ല. ഇങ്ങനെ എന്റെ സൈക്കിളിന്റെ കൊട്ട വെക്കാൻ നിനക്ക് സ്ഥലമില്ലെങ്കിൽ ഇങ്ങനെ നിന്റെ വീടിന് കാറ്റ് പോകാൻ ഉറപ്പാ ഇത് പഞ്ചറാവും. നാളെ തൃക്കൃത്താനമ്പലത്തിൽ പോയാലോ? നീ സൈക്കിൾ എടുത്തോണ്ട് വരുവോ? ഞാൻ ആ ജംഗ്ഷനിൽ നിൽക്കാം. നമുക്ക് ആ മൂലയ്ക്ക് കൊണ്ട് വെക്കാം. രണ്ടുകൂടെ അടുത്തടുത്ത് വെക്കാം. അതാകുമ്പോ ആരും എടുക്കത്തില്ല. സൈക്കിള് പൂട്ടിയായിരുന്നല്ലോ. ഇന്റർവെല്ലിൽ പോയി നോക്കാം. മിസ്സേ അത് എന്റെ സൈക്കിളിന്റെ കീ ചെയിൻ കുലുങ്ങിയതാ. സോറി മിസ്. നിന്റെ മാക്സ് നോട്ട് ഒന്ന് തന്നു വിടുവെന്ന്. ഞാൻ നാളെ എഴുതിയിട്ട് സൈക്കിളെ കൊണ്ടുതരാം വൈകുന്നേരം. നീ ആ 12Cയിലെ ജീന സൈക്കിളെ വരുന്ന നീ കണ്ടോ? നമ്മൾ വളയ്ക്കുന്ന പോലെ അവർക്കൊന്നും വളയ്ക്കാൻ അറിയത്തില്ല. ഓട്ടോ എന്റെ സൈഡിൽ കൂടെ വേണം. അപ്പം ഇപ്പുറത്തോട്ട് വെപ്പിച്ചു. അല്ലെങ്കിൽ ഓട്ടോക്കാരൻ അവിടെ വീണല്ലേ.